Hello everyone, welcome back to Sandha's Kitchen World. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി കടായി പനീർ. നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ കറിയാണിത്. ഇത്തിരി ടൈം എടുക്കും ഇത് ചെയ്യാൻ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ബെസ്റ്റ് ആണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പനീർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മുറിച്ച് വെച്ച പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണം. പനീർ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ 1 കപ്പ് കാപ്സിക്കം, 1 കപ്പ് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കണം. കറിയിൽ ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വഴറ്റി ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ ജീരകം, 2 ഏലക്ക, 2 കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് ഒന്ന് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ അരപ്പ് ഒന്ന് അരിച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുക്കണം. നല്ല സ്മൂത്ത് ഗ്രേവി ആയിട്ട് കിട്ടണം നമുക്ക് ഈ കറി. അപ്പോൾ എക്സ്ട്രാ പീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഗ്രേവിക്ക് വേണ്ട. ഏലക്ക തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതിൻ്റെ തൊലിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറില്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഷാജീര, 2 പീസ് കറുവാപ്പട്ട, 1 ബേ ലീഫ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി കരിയുന്നതിന് മുമ്പേ സവാള തക്കാളി പ്യൂരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഗ്രേവിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വഴറ്റിയ സവാളയും കാപ്സിക്കവും ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കണം. ഇനി അത് 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കറിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്